ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് നൽകി തന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രത്യേകാല അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു യാത്ര പോകുന്നത് കൊണ്ട് ഞാൻ ആ സമയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ 5 വർഷം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഇവിടെ മുമ്പ് വരുന്ന കർത്തദാസന്മാരുടെ കാലത്തില്ലാതെ വണ്ണം അനവധി ശുശ്രൂഷകൾക്കുള്ള അവസരം, ദൈവത്തിനെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ തന്നിരുന്നു. അത് പ്രസംഗിച്ചു എന്ന് പറയുവാനല്ല ഞാൻ പറയുന്നത്. അത് കാരണം കൂടുതൽ ശ്രദ്ധയോടെ ഇരിപ്പാനും വചനം പഠിക്കാനും വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള അവസരം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ടായി. എല്ലാത്തിനും പ്രത്യേകാല നന്ദി പറയുന്നു. നമുക്ക് വചനഭാഗത്തേക്ക് നമുക്ക് കടക്കാം. 102 സങ്കീർത്തനം, അതിൻ്റെ ഹെഡിങ് തന്നെ എഴുതിയിട്ടുണ്ടാകും, അരിഷ്ടൻ്റെ പ്രാർത്ഥന. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ കാണാതെ പോയ അല്ലെങ്കിൽ കാണാതിരുന്ന ഒരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പോസിറ്റ് ഇമേജ് മേക്ക് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളുടെ പിരിവ് എങ്ങനെയായിരുന്നു, കണ്ണെങ്ങനെയായിരുന്നു, മൂക്ക് എങ്ങനെയായിരുന്നു, കൈകളുടെ നീളം എങ്ങനെയായിരുന്നു, ഹെയർ ലൈൻ എങ്ങനെയായിരുന്നു എന്ന് കണക്ക് കൂട്ടി മേക്ക് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ കടന്നു പോയാൽ അവിടെയൊക്കെയും ഒരു രേഖാചിത്രം, ഒരു കോമ്പോസിറ്റ് ഇമേജ് ഉണ്ടാക്കുവാൻ, നമ്മുടെ കർത്താവിൻ്റെ ഇമേജ് ഉണ്ടാക്കുവാൻ എല്ലാ ഭാഗത്തും നമുക്ക് കഴിയും. അത്ര മൈന്യൂട്ടായിട്ടാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ ഞാനിവിടെ വന്ന് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, അവൻ സാഹസമൊന്നും കാട്ടാതിരുന്നിട്ടും അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതിരുന്നിട്ടും അവനെ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. അരിമത്യയിലെ ജോസഫിൻ്റെ പ്രീമിയം ലൈനിലുള്ള കല്ലറയിൽ യേശുവിനെ അടക്കുമെന്ന് പോലും മൈന്യൂട്ടായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അവൻ്റെ മരണം സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കുമെന്ന് വരെ കൃത്യമായി വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു. അതൊരു രേഖാചിത്രമാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിലേക്ക് നമ്മൾ വായിച്ചു നോക്കിയാൽ ഇസ്രയേലിൻ്റെ ചരിത്രം തന്നെ, അവരുടെ ഭാവി, ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം ഈ രേഖാചിത്രത്തിൽ നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയും. അത് നമ്മുടെ ഈ സങ്കീർത്തനത്തിലും നമുക്കത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവളെ സ്നേഹിക്കുന്ന, അവളുടെ മുത്തുകൾ തേടി വരുന്ന, സിയോനിലേക്ക് വരുന്ന ജനത്തെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു രേഖാചിത്രം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുന്നത്, ഹല്ലേലൂയ, ഏകാന്തത അനുഭവിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്ന, ഹല്ലേലൂയ, ദൈവം എൻ്റെ മുഖം എനിക്ക് നേരെ മറച്ചു കളഞ്ഞുവോ എന്ന് ഭാരപ്പെടുന്ന, ഒരു വല്ലാത്ത ഒരു മെലങ്കളി മൂഡില് ഒരു വല്ലാതെ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വളരെ ജീവിതത്തിൻ്റെ ഏറ്റവും താണ അവസ്ഥയിലേക്ക് വൈകാരികമായി എത്തപ്പെടുന്ന ഒരു മനുഷ്യനെ ഇതിൻ്റെ രേഖാചിത്രം നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. ആ രേഖാചിത്രം പൂർണ്ണമാക്കുവാൻ ഹല്ലേലൂയ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 3 ജീവികളുടെ പേര് തന്നെയുണ്ട്. ഞാൻ പെട്ടെന്ന് അതിലേക്ക് കടക്കുകയാണ്. 3 ജീവികളുടെ പേര് തന്നെ ഉണ്ട്. ഞാൻ 6-7 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചേ. അതായത് ആദ്യം മുതലേ തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ, അതായത് താൻ വൈകാരികമായി താണുപോയത് കൊണ്ട് തനിക്ക് മുമ്പോട്ട് എങ്ങനെ നടക്കണം എന്നറിയാൻ വയ്യാത്തത് കൊണ്ട് താൻ ക്ഷീണിച്ചു. നമ്മൾ അവിടെ വായിക്കുന്ന ഭാഗത്ത് യോബിൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ ത്വക്ക് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, എൻ്റെ ത്വക്ക് അസ്ഥിയോടെ പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെലിഞ്ഞുണങ്ങി വല്ലാതായിരിക്കുന്നു. എന്നെ നോക്കിയാൽ അരിഞ്ഞ് ഉണങ്ങാണ്ടിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കരിഞ്ഞുപോയ പുല്ല് പോലെ ഞാൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ രേഖാചിത്രം പൂർണ്ണമാക്കുവാൻ പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ പക്ഷികളെ പോലെ ഞാൻ ആയിരിക്കുന്നു, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആയിരിക്കുന്നു. വേഴാമ്പൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ പെലിക്കൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ജീവിയൊന്നും അല്ല. ഇതുപോലൊക്കെ തോന്നുന്നതാണ് കാത്ത എന്ന് പറയുന്ന പലസ്തീനിലുള്ള ഒരു പക്ഷിയാണിത്. ഏകദേശം ഇതിൻ്റെ ചുണ്ടൊക്കെ വേഴാമ്പൽ പോലെയും പെലിക്കൻ പോലെയൊക്കെ ഇരിക്കാറുണ്ട്. എനിവേ, ഈ ഔൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. മറ്റേ കുരുകിലിൻ്റെ കാര്യവും പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. എനിവേ, അതല്ല നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ ഈ 3 ജീവികളോട് ബന്ധപ്പെടുത്തി ഒരു ഏകനായിരിക്കുന്ന ഒരു വ്യക്തി, കഷ്ടതയിലായിരിക്കുന്ന വ്യക്തി, അടുത്ത സ്റ്റെപ്പ് എന്തെന്നറിയാതിരിക്കുന്ന വ്യക്തിയെ ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ്. ഹിസ് ഓൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതായത് ആദ്യത്തെ വാക്യം തന്നെ പറയുന്നത്, ഈ കഷ്ടദിവസത്തിൽ
നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. ഇതൊക്കെ റിയലി കർത്താവ് നമ്മുടെ കഷ്ട ദിവസത്തിൽ നമ്മുടെ മുഖം മറയ്ക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സൈക്കിൾ ഗ്യാപ്പിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഒരുപക്ഷെ ദാവീദിനും അതുപോലെ തോന്നിയതാണ്. ദാവീദ് ഏകനായിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് മൊത്തം വായിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങളത് പിന്നീട് വായിച്ചോളൂ. ഹല്ലേലൂയ. ഈ വല്ലാത്ത സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കുന്ന, മാനസിക നിലയിലായിരിക്കുന്ന ദാവീദിന്റെ പഴയ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ വളരെ ശക്തമാണ്. അതായത് മരുഭൂമിയിൽ ആടിനെ മേയിച്ചുകൊണ്ടായിരുന്നപ്പോൾ ആടിനെ രക്ഷിക്കുവാൻ സിംഹത്തിനോടും കരടിയോടും വരെ മല്ലു പിടിച്ചവൻ. ഹല്ലേലൂയ. ആ രാജ്യത്തെ രാജാവും ഏലാ താഴ്വരയിൽ ആ രാജ്യത്തെ രാജാവും സൈന്യാധിപന്മാരും തൻ്റെ ചേട്ടന്മാരടക്കമുള്ള വലിയ ദീർഘകായന്മാരായ പട്ടാളക്കാരും അടക്കം നോക്കി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ കല്ലുകൊണ്ട് 1 ടണ്ണിലധികം വരുന്ന പടക്കൊപ്പുമായി വന്ന ഒറ്റയ്ക്ക് വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ഒരു ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ട്രാക്ക് റെക്കോർഡാണുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. പുള്ളി പറയുന്നു, ഞാൻ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു, ഞാൻ വേഴാമ്പൽ പോലെ ആയിരിക്കും, എൻ്റെ കഷ്ടത എനിക്കറിയില്ല. നമ്മൾ മലയാളത്തിൽ അല്ല, നമ്മളൊരു സാധു കൊച്ചുമേശ്വര പാട്ടുണ്ടല്ലോ, അടുത്ത ചോട് വെപ്പാൻ എനിക്കറിയില്ല. ഹല്ലേലൂയ. അതിൻ്റെ ഇട ഞാൻ തിരയുകയാണ് എപ്പോഴും. അതായത് ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇദ്ദേഹം വരും ദിവസങ്ങളിൽ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു രാജാവായി ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്ന വ്യക്തിയാണെന്ന്. പക്ഷേ ഈ വല്ലാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. എങ്ങനെ ആയിരിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ അവിടെ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ ശൗലിൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. 27-ന്റെ 1-ാം വാക്യം. ഹല്ലേലൂയ. ഞാൻ ഈ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഫെലിസ്ത്യ ദേശത്തേക്ക് എങ്ങനെയായാലും ശൗൽ എന്നെ കൊന്നുകളയും. ഇത്രയും വലിയ ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിലും ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം അദ്ദേഹം വളരെ നിരാശനായി പോകുവാനിടയായി. ഭാവിയെക്കുറിച്ച് ആശങ്കാകുലനായി തീരുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലവരും ആയിരുന്നേ പറഞ്ഞേനെ, ഗോലിയാത്തിനെ നേരിട്ടവനാണ് ഞാൻ, ഹല്ലേലൂയ, സിംഹത്തിനെ നേരിട്ടവനാണ് ഞാൻ, കരടിയെ നേരിട്ടവനാണ് ഞാൻ, എത്ര കാലമായി ഞാൻ ഈ വനത്തിലൂടെ അലയുന്നു, പല വന്യമൃഗങ്ങളെ നേരിട്ടവനാണ് ഞാൻ. പക്ഷേ ഈ ശൗലിനെ പേടിച്ച്, അതിൻ്റെ മുമ്പിൽ വെറും ഒന്നുമില്ല ശൗല്, പക്ഷേ ആ ശൗലിനെ പേടിച്ച് ഇതായിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ലൈഫിൽ അവരെത്ര വലിയ ആൾക്കാരായിരുന്നാലും അവരുടെ ജീവിതത്തിൽ അവർ ലോ ലെവലിലേക്ക്, എമോഷണലി ലോ ലെവലിലേക്ക് കടന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് തന്നെ ആ ലോ ലെവലിലേക്ക് എങ്ങനെ അവരെത്തിച്ചേർന്നു. ഞാൻ നശിക്കുകയുള്ളൂ എന്ന് പ്രത്യാശയില്ലാതെ പറയുന്നു. സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്, ദൈവമക്കളുടെ ഇടയിലും പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ നിരാശയുടെ ആയുധം. ഒരുപക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ സർവൈവ് ചെയ്യുവാൻ ഈ ദൈവദാസന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചില വർഷങ്ങൾ 2019 ഞങ്ങൾ വിശുദ്ധ നാട്ടിൽ പോയപ്പോൾ അവിടെ ഏലിയാവിൻ്റെ ഇരുന്ന കർമ്മൽ മല ഞങ്ങളെ ആ ഗൈഡ് കൊണ്ട് കാണിച്ചു. അവിടെ ഒരു ചെറിയ ഒരു അദ്ദേഹം താമസിക്കുന്ന സ്ഥലം പോലെ ഒരു ചെറിയ ഒരു കുടിൽ പോലൊരു സാധനമുണ്ട്. അതിനകത്തും ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ കർമ്മേലിൽ കയറുമ്പോൾ, ആ ചെങ്കുത്തായ ആ പർവ്വതത്തിൽ കയറുമ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ വേട്ടയാടുന്ന ഒരു ചിന്തയുണ്ട്. എൻ്റെ മനസ്സിലെ ചിന്ത, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൻ്റെ ഒരു രാജ്യം മുഴുവനും എതിർത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ബാലിൻ്റെ പ്രവാചകന്മാർ വേദപുസ്തകത്തിൽ വായിക്കുന്നത് 450 പേരുണ്ട്. 400 പേര് ഇസബേലിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന വേറെ 450 പ്രവാചകന്മാരുമുണ്ട്. ഇവർക്കെതിരെ നിൽക്കുന്ന ദൈവം മാത്രം സൈഡിലുള്ള ഹല്ലേലൂയ ഏലിയാവിനെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്. ഞാൻ അന്നേരം അദ്ദേഹത്തോട്, ഞങ്ങളുടെ ഗൈഡിനോട് ചോദിച്ചു. ഗൈഡിന് അറബി അറിയാം. അദ്ദേഹം ഭാര്യയും മകളുമായിട്ടൊക്കെ ഇതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് തന്നെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അറബിയിൽ. ഞാൻ അദ്ദേഹത്തോട് അറബിയിൽ ചോദിച്ചു, ഹല്ലേലൂയ, കർമ്മേൽ നിങ്ങൾ കാണിച്ചു, കീശോൻ തോട് എന്ത് ചെയ്യും എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അന്നേരം എന്നെ ആ സ്ഥലം കാണിച്ചു എന്ന്. എന്താന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സങ്കീർത്തനത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞില്ലേ, സിസരയെ കൊന്നുകളഞ്ഞ അതേ സ്ഥലവും ഈ കീശോൻ തോട് തന്നെയാണ്. ഈ കീശോൻ തോട്ടിൽ ഹല്ലേലൂയ വേദപുസ്തകത്തിൽ പറയുന്നില്ല ഏലിയാവിൻ്റെ അടുത്ത് വാളുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഏലിയാവ് 850 പ്രവാചകന്മാരെ ഈ കീശോൻ തോട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു.
ഹല്ലേലൂയ. ഒരു വലിയ ശത്രു സംഹാരം നടത്തി. ഹല്ലേലൂയ. ആകാശത്തിൽ നിന്ന് തീയിറക്കി യഹോവയായ ദൈവത്തിന്റെ ശക്തി ശക്തമായി വെളിപ്പെടുത്തിയ ഏലിയാവ് പിന്നെ കേൾക്കുന്നത് ഇസബേലിന്റെ വെല്ലുവിളിയാണ്. നാളെ ഈ ദിവസം, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവന്റെ കഴുത്തിന് മേളിലെ തലയുണ്ടെങ്കിൽ ഞാൻ ഇസബേൽ അല്ല എന്ന് ഇസബേൽ വെല്ലുവിളിച്ചിരിക്കുക. പക്ഷേ ആകാശത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഏറ്റവും ചെറിയ പ്രാർത്ഥനകളൊന്നാണ് പ്രാർത്ഥിച്ച ഹല്ലേലൂയ ഈ വലിയ തീയിറക്കിയ, ഈ വലിയ സാഹസം ചെയ്ത, നിങ്ങളൊന്ന് ആലോചിച്ചോ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ അതിന്റെ ആദ്യത്തെ ചിന്തയാണ് ആലോചിക്കുന്നത്. രാജ്യം മുഴുവനും നിൽക്കുകയാണ്, ആയുധധാരികളായ ആൾക്കാരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ തീ വരാൻ ഇച്ചിരി താമസിച്ചാൽ, അഗ്നി ഇറങ്ങാൻ ഇപ്പം താമസിച്ചാൽ അത് ആ നിമിഷം ഏലിയാവിന്റെ അവസാനമാണ്. പക്ഷേ ഏലിയാവ് ഈസ് ചലഞ്ചിങ്, എലീജ ഈസ് ചലഞ്ചിങ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം കൃത്യസമയത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ 19 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവൻ പേടിച്ച് ഓടിപ്പോകുവാനിടയായി തീർന്നു. ബർശേബയിലൂടെ പോയി അവിടെ ബാല്യക്കാരനെ ആക്കിയിട്ട് വീണ്ടും ഒരു ദിവസം നടന്ന് ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്ന് ഉറങ്ങുവാനിടയായി തീർന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹല്ലേലൂയ. അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുവാനിടയായി തീർന്നു. ഒരുപക്ഷെ എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അടുത്ത ചോടിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ അത് എങ്ങനെയായിരിക്കും ഹല്ലേലൂയ എൻ്റെ എക്സിസ്റ്റൻസിൻ്റെ മുമ്പോട്ടുള്ള വഴി എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവവചനം, ഞാൻ ഈ അടയാളങ്ങൾ പറഞ്ഞതിന് കാരണം ഈ ലോ എസ്റ്റീമിലേക്ക് കടന്നു. ഇവർ മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോലും ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 16 അധ്യായം 32 വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകും, നിങ്ങൾ എന്നെ ഏകനായി വിടുന്ന നാഴിക വരുന്നു. കർത്താവ് പോലും പറഞ്ഞാണ്. ഹല്ലേലൂയ. ഞാൻ ഇത് ചിന്തിക്കുമ്പോൾ, ഈ ഭാഗം എടുത്തപ്പോൾ ഹല്ലേലൂയ ഞാൻ തന്നെ കരഞ്ഞു പോകാനിടയായി തീർന്നു. കർത്താവ് പോലും ആ ലോ എമോഷണൽ സ്റ്റേജിൽ വന്നപ്പോൾ അതാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയാതെ പോയോ എന്ന് കർത്താവ് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് തോലും. പക്ഷേ ഈ 16 അധ്യായം 32 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഏകനല്ല. ഹല്ലേലൂയ. നമ്മളും ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ട്. പിതാവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഏകരല്ല, നമ്മെ മുമ്പോട്ട് നടത്തുന്നത് അവനാണ്. ഇന്ന് രാവിലെ കാലം ഹല്ലേലൂയ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ടെൻഷനായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ തൊഴിലിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷനായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് നിങ്ങൾ ടെൻഷനായിരിക്കുന്നുവെങ്കിൽ, ദൈവവചനം പറയുന്നു ഹല്ലേലൂയ എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ഹീ ഈസ് വിത്ത് മീ. അവൻ എന്നോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ ശക്തമായി അവൻ മുന്നോട്ട് നടത്തുന്നവനാണ്. ഇവിടെ പറയുന്ന ആ 3 പക്ഷികളെ നമ്മളൊന്ന് നോക്കിയേ. വേഴാമ്പലം, മരുഭൂമിയിലെ വേഴാമ്പലം, നിർജ്ജന സ്ഥലത്തെ മൂങ്ങ. ഇതിൻ്റെ പിക്ചർ നിങ്ങളുടെ മനസ്സിലോട്ട് തന്നെ കൊണ്ടുവന്നാൽ മതി. ഒരു പുറത്ത് തനിച്ചിരിക്കുന്ന കുരുകിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തരുന്ന ഒരു മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ വളരെ സാഡ് മൂഡാണ്. ഹല്ലേലൂയ. അത് തന്നെ മൂന്നാമത്തെ പുരമുറത്ത് തനിച്ചിരിക്കുന്ന കുരുകിൽ എന്ന് പറയുന്നത് മറ്റ് 2 നിർജ്ജന പ്രദേശത്താണ്, ആൾക്കാരില്ലാത്തടത്താണ്. പക്ഷെ ഇത് ആൾക്കാരുള്ളിടത്ത് അല്ലെങ്കിൽ പുരയുടെ പുറത്താണ് ഇതിരിക്കുന്നത്, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്താണ് ഇതിരിക്കുന്നത്. ഒരുപക്ഷെ അത് സൂചിപ്പിക്കുന്നത് ജനവാസമൊക്കെ ഉള്ള സ്ഥലമാണ്, പക്ഷേ ആരും തന്നെ മനസ്സിലാക്കും. ഹല്ലേലൂയ. ഇംഗ്ലീഷിലൊരു യൂസേജ് തന്നെ നിങ്ങൾക്കുണ്ട്, ഹല്ലേലൂയ എലോൺ ഇൻ ദ ക്രൗഡ്. അതായത് എലോൺ ഇൻ ദ ക്രൗഡ് റിയലി ആർക്കും ആവാൻ പറ്റത്തില്ല, പക്ഷേ അതൊരു പ്രയോഗമാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ ചക്കയല്ലേ ഹല്ലേലൂയ. ഇങ്ങനെ ഒറ്റയ്ക്ക് ആൾക്കൂട്ടത്തിൽ തനിയെ ഇരിക്കുന്ന ഒരു കുരുകിൽ. ഈ കുരുകിലിൻ്റെ ഒരു പുറത്തിരിക്കുന്നതിന് തന്നെ വേറെ 1-2 സാദൃശ്യങ്ങളുണ്ട്. അതൊന്നാമത്തെ സാദൃശ്യം, പത്രോസ് പ്രാർത്ഥിക്കാനായി മുകളിലേക്ക് പോയി എന്ന് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ധ്യാനിക്കുന്ന ഒന്നിനെ കുറിച്ചുണ്ട്. മലയുടെ മുകളിലേക്ക് കർത്താവ് പോയി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മോഡിനെ കുറിച്ചും ഇതിനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെ അർത്ഥം എനിക്കധികം ദീർഘിപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതെല്ലാം അർത്ഥം നാം വൈകാരികമായി
തളർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. അത് കർത്താവിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. കർത്താവ് ഭയപ്പെട്ടു എന്നല്ല, ഹല്ലേലൂയ, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിനും അവിടെ ഒരു കൂട്ടായ്മ ആവശ്യമായിരുന്നു. പിന്നെ ശിഷ്യന്മാർ ചെല്ലാതിരുന്നപ്പോൾ ദൂതന്മാർ കടന്നു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. കർത്താവിൻ്റെ ചിന്തയിൽ, കർത്താവിൻ്റെ ഇതിൽ ഹല്ലേലൂയ, നമ്മൾ യബോവാൾ എന്ന് പറഞ്ഞൊരു പാട്ട് ഇവിടെ പാടുമല്ലോ. ഹല്ലേലൂയ, അതിനകത്തൊരു വരിയുണ്ട്. ഹല്ലേലൂയ, ബിഹൈൻഡ് ദ സ്റ്റോൺ റിജക്റ്റഡ് ആൻഡ് എലോൺ. ഹല്ലേലൂയ, അവൻ റിജക്റ്റഡായി എലോണായി അവൻ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ അടുത്ത വരി, ഒരു പനിനീർപ്പൂ പോലെ ചവിട്ടി അരയ്ക്കപ്പെടുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഏകനായി ഗെത്സമനത്തോട്ടത്തിൽ അവനിരിക്കും. ഹല്ലേലൂയ, നമ്മളെപ്പോലെയല്ല അടുത്ത് നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് അവൻ അറിയാം. എൻ്റെ കൂടെ 3.5 വർഷമുണ്ടായിരുന്നവൻ എന്നെ തള്ളിപ്പറയുവാൻ പോകുന്നു. എന്നെ കൂടെ ഉണ്ടായിരുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നു. അടുത്ത നിമിഷം അടുത്ത പ്രഭാതത്തില് ഹല്ലേലൂയ, രാവിലത്തെ അതേ തുപ്പൽ എൻ്റെ മുഖത്തേക്ക് ഒരു പടയാളി തുപ്പുവാൻ പോകുന്നു. എൻ്റെ തലയിലേക്ക് മുൾക്കിരീടം അടിച്ചു കയറ്റുവാൻ പോകുന്നു. അത് കണ്ട ആൾക്കാര് അവനെ ഹാസ്യമായി ജയ ജയ എന്ന് വിളിക്കുവാൻ പറയുന്നു. ചട്ടവാറ് കാരണമില്ലാതെ അടിക്കുവാൻ പോകുന്നു എന്ന് അവിടെ നിൽക്കുന്ന കർത്താവിന് അറിയാം. ഈ ഏകാന്തതയില് ഹല്ലേലൂയ, അവൻ പിതാവിനോട് അപേക്ഷിക്കുകയാണ്, കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരണമേ എന്ന്. ഏകാന്തതയുടെ അനുഭവങ്ങൾ അത്ര ശക്തമാണ്. ഹല്ലേലൂയ, ഒരു പക്ഷേ വേഴാമ്പലിനെ പോലെ കൂനിക്കൂടി, ഹല്ലേലൂയ, ഈ വേഴാമ്പൽ എന്ന് പറയുന്നത് ജീവിക്ക ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കപ്പ് പോലെ വളർന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൊക്ക അവിടേക്ക് വെച്ച് അതിങ്ങനെ കൂനിക്കൂടി ഇരിക്കാറുണ്ട്. ഹല്ലേലൂയ, അങ്ങനെ കൂനിക്കൂടി ഹല്ലേലൂയ അവനവൻ്റെ വിഷാദത്തിലിരിക്കുകയാണ്. മൂങ്ങയെ ഒരിക്കലും സ്മൈലിംഗ് ഫേസിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്കറിയില്ല. ഗൗരവഭാവത്തിൽ തൻ്റെ ഭാരത്തിലിരിക്കുകയാണ്. മൂന്നാമത്തത് ഉറക്കളച്ചിരിക്കുന്ന കുരികില്. അതിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷെ താഴത്തെ വീട്ടിലുള്ളവര് സുഖമായി ഉറങ്ങുന്നുണ്ടാകാം. പക്ഷേ ഇവൻ ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഇന്ന് രാവിലെ കാലം മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്ന് ഉറക്കമുളച്ച് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നവന് വേണ്ടി ഒരു വിടുതലാണ്. ഹല്ലേലൂയ, ഇവിടെ ആരൊക്കെ ആയിരിക്കുന്നുവോ അവർക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ, അവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, നമ്മൾ ഈ 102-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ഒരിക്കലും 102-ാം സങ്കീർത്തനം മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും വായിച്ചു പോകരുത്. ഈ ആയുർവേദത്തിലൊക്കെ പറയുന്നത് പോലെ ബലാരിഷ്ടം സേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ജീരകാരിഷ്ടം കൂടെ സേവിക്കണം, എന്നാലേ അത് ശരിയാകത്തുള്ളെന്ന്. പറയുന്നത് പോലെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പോകുമ്പോൾ 102-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ നമുക്കൊരു മോട്ടിവേഷൻ ലഭിക്കില്ല. 103-ാം സങ്കീർത്തനം കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം. 103-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആരെങ്കിലും ഇത് വായിച്ചേ? അതായത് കൂനിക്കൂടിയിരിക്കുന്ന വേഴാമ്പലിനെ പോലെയോ, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന മൂങ്ങയെ പോലെയോ, അല്ലെങ്കിൽ തനിച്ചിരിക്കുന്ന കുരുകിലിനെ പോലെ ഇരിക്കാനല്ല. 103-ാം സങ്കീർത്തനം ഒരു നന്ദിയുടെ സങ്കീർത്തനമാണ്. അവിടെ പറയുകയാണ്, കഴുകനെ പോലെ കുതിച്ചുയരണം, കഴുകനെ പോലെ നീ പുതുകി വരണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യം വായിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ കുതിച്ചുയരും. നിങ്ങൾ കേട്ടോ, സാധാരണ പക്ഷികൾ പറക്കുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കഴുകന് നമ്മുടെ വിമാനമൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ ഒരു ടേക്ക് ഓഫ് ആണ്. ഹല്ലേലൂയ. അവർക്ക് സ്റ്റെപ്പൊന്നുമില്ല, ടേക്ക് ഓഫ് ആണ്. കഴുകന്റെ ജീവിതത്തിലേക്ക് പോയാൽ അതിൻ്റെ ട്രൈറ്റ്സിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കിയാണ്. കഴുകൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിറക് വെച്ച് ഇങ്ങനെ ചിറക് വിടർത്തി പടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതല്ല. അത് കൂടുതൽ സമയവും കഴുകൻ പറക്കുന്നത് അതിൻ്റെ വിൻ തെർമൽ അല്ലെ ആ കാറ്റിൻ്റെ ഇതനുസരിച്ച് അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ഒഴുകി നടക്കുകയാണ്. ഇങ്ങനെ, അതായത് ഒരു സമയത്ത് തന്നെ കഴുകൻ 125 മൈലോളം പറക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ ചിറകടിച്ച് അത് പറന്നാൽ അത് ചത്തു. കാരണം അത്ര ഊർജ്ജം ഉപയോഗിച്ചിട്ട് അത് പോവും. പക്ഷേ അതിന് ഗ്ലൈഡ് ചെയ്താണ് ഇങ്ങനെ നടക്കുന്നത്. ഹല്ലേലൂയ. അത് ആത്മീയമായി പറഞ്ഞാൽ ഈ 2 ചിറകുകൾ എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസം. ഈ വിൻ തെർമൽ എന്ന് പറയുന്ന കാറ്റ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ദൈവകൃപയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചിറക് കൊണ്ട്
വല്ലാതെ അധ്വാനിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റിനോടൊപ്പം ചേർന്ന് നടന്നാൽ മതി. ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്ന ഹല്ലേലൂയ ഈ പറയുന്ന വാക്കുകൾ ഇത് തയ്യാറാക്കണമെങ്കിൽ ഹല്ലേലൂയ ഒരു 5-6 മണിക്കൂർ വേണം. അത് പ്രസന്റ് ചെയ്യാൻ പ്രത്യേക കഴിവൊക്കെ വേണം. അല്ലെങ്കിൽ ഭൗതികമായ നോളജൊക്കെ പലതും വേണം. വേദപുസ്തകത്തെക്കുറിച്ച് അറിയണം. പക്ഷേ ഇത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നുവെങ്കിൽ, ഐ ആം നോട്ട് സപ്പോസ് ടു റെഫർ എനിത്തിങ്. ഹല്ലേലൂയ. ഒന്നിലേക്കും എനിക്ക് നോക്കണ്ട. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഞാൻ പറന്നു നടക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളിലും ഹല്ലേലൂയ പരിശുദ്ധാത്മ വിശ്വാസത്തോടുകൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ ചിറകിലേറി സഞ്ചരിക്കുവാൻ നിങ്ങളിന്ന് തീരുമാനിക്കൂ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഓരോ ചുവടിലും ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന്റെ ചിറകിലേറി ഹല്ലേലൂയ ഈ വിൻതർമലിൽ നിങ്ങൾ ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ അവൻ ഉയർത്തുവാനിടയായിത്തീരും. ലോ എസ്റ്റീമിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴുകനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കശീലം പഠിപ്പിക്കും. ഹല്ലേലൂയ. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ പറഞ്ഞു തരാം. കഴുകനും കുഞ്ഞുങ്ങളും, കഴുകൻ്റെ കുഞ്ഞുങ്ങൾ കൂട്ടിലായിരിക്കുകയാണ്. തള്ളക്കഴുകൻ അല്ലെങ്കിൽ തന്തക്കഴുകനാണ് ഇരയെ അന്വേഷിക്കാൻ പോകുന്നത്. ഇത് വിഭാഗിച്ചു കൊടുക്കുന്ന പണിയാണ്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഇത് വിഭാഗിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ മദർ ഈഗിൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അത് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അന്നേരം ഇവിടെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ പറയുക, ഇന്ന് അതല്ല നോൺ വെജ് ആൾക്കാരാണല്ലോ, പറയുകയാണ് ഇന്ന് അപ്പച്ചൻ കൊണ്ടുവരുന്നത് ബീഫായിരിക്കും, അല്ലെ മട്ടൺ ആയിരിക്കും. വേറൊരു ഗ്രൂപ്പ് ഈഗിൾസ് ഉണ്ട്, അത് ഫിഷാണ് കഴിക്കുന്നത്. അത് പറയും ബാൾഡ് ഈഗിൾസ് എന്ന് പറയുന്നത് ഫിഷാണ് കഴിക്കുന്നത്, ഫിഷ് കൊണ്ടുവരും എന്ന് കാത്തിരിക്കുക. ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ച് ഹല്ലേലൂയ ഇത് വലിയ കൂടാണ് കഴുകൻ ഉണ്ടാക്കുന്നത്. അതിൽ വളരെ കംഫർട്ടായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് അപ്പച്ചൻ തിരിച്ചു വന്നപ്പോൾ എന്തില്ല? ഭക്ഷണം. അത് മാത്രമല്ല, അപ്പച്ചൻ ആരംഭിക്കുന്നത് കൂടിങ് ഇളക്കി കളയാൻ. കൂട് ഇളക്കി കളഞ്ഞു. വളരെ കംഫർട്ട് സോണിൽ മനോഹരമായിട്ട് ഭക്ഷണം കഴിച്ച് ഹല്ലേലൂയ ഓരോ ദിവസവും ഡിഫറൻറ്റ് ആയിട്ടുള്ള മീൽസ് ഒക്കെ കഴിച്ച് ഹല്ലേലൂയ അനുഗ്രഹമായിട്ടിരിക്കുമ്പോൾ ഇന്ന് അപ്പച്ചൻ്റെ ആ ചുണ്ടിൽ എന്തില്ല? ഭക്ഷണമില്ല. ഭക്ഷണത്തിന് പകരം അപ്പച്ചൻ വന്ന് ഈ കൂടിളക്കി കളയുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ കുഞ്ഞുങ്ങൾ താഴേക്ക് വരികയാണ്. കുഞ്ഞുങ്ങൾ താഴെ വീഴുകയാണ്. ഹല്ലേലൂയ. പർപ്പസ്ഫുള്ളി ഈ പിതാവ് ഇത് ചെയ്യുകയാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ പാലം വലിക്കുക എന്ന് പറയാറില്ലേ? പാലത്തെ കയറ്റി വിട്ടിട്ടാ പാലം വലിക്കുകയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. നല്ല ജോലി, നല്ല ശമ്പളം, നല്ല അനുഭവങ്ങൾ, രോഗമില്ലാത്ത ശരീരം, ഈ അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് ഈ പാലം വലിച്ചു കളയുന്നത്, അല്ലെങ്കിൽ ഈ താഴത്തെ കൂട് വലിച്ചു കളയുന്നത്. എന്താ കാര്യമെന്ന് അറിയാമോ? ഈ സ്നേഹമുള്ള പിതാവും മാതാവും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഹല്ലേലൂയ അവരുദ്ദേശം ഇതുവരെ ഈ കുഞ്ഞുങ്ങൾ അവരുടെ ബുദ്ധി പ്രവർത്തിച്ചു. അപ്പച്ചൻ ഇതൊക്കെ കൊണ്ടുവരുമെന്ന് അവർ ചിന്തിച്ചു. അവരുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവരുടെ ശരീരത്തിൽ 2 ചിറകുകളുണ്ട്. ഈ ചിറകുകൾ ഇവർ ഉപയോഗിച്ചിട്ട് യു ഹാവ് ടു യൂസ് യുവർ വിങ്സ്. ഹല്ലേലൂയ. നിങ്ങൾ അത് ഉപയോഗിച്ച് ശക്തരായി ഈ കൂട്ടിൽ കഴിയേണ്ടവരല്ല, ആകാശത്ത് ഹല്ലേലൂയ കാറ്റിനോടൊത്ത് പറന്ന് നടക്കേണ്ടവരാണ്. യു ഹാവ് ടു ഫ്ലട്ടർ യുവർ വിങ്സ്. ഹല്ലേലൂയ. ആൻഡ് യു ഹാവ് ടു ഫ്ലൈ. നിങ്ങൾ പറക്കേണ്ടവരാണ്. ഒരു പക്ഷേ ഈ പാലം വലിക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ കഷ്ടതയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലൂടെ നിങ്ങളുടെ ചിറകുകളെ, നിങ്ങളുടെ പേശികളെ ശക്തരാക്കി ദൈവസന്നിധി നിർത്തുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ മുന്നോട്ട് നടത്തുകയാണ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ കംഫർട്ട് സോണിലാണ് ആയിരിക്കുന്നതെങ്കിൽ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഹല്ലേലൂയ യു ഹാവ് ടു വെയിറ്റ്. നിങ്ങളുടെ ചിറകുകളെ ശക്തീകരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എപ്പോഴും നന്മ മാത്രമല്ല, ഒരു വലിയ തുടർന്നുള്ള നന്മയിലേക്കാണ് കർത്താവ് നമ്മെ നടത്തുന്നത്. ഇന്നത്തെ ചെറിയ ഭക്ഷണം കൊണ്ട് ആസ്വദിച്ചിരിക്കുവാനല്ല, കഴുക നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പറക്കുവാനാണ്. ഹല്ലേലൂയ. ആകാശത്തിന്, മധ്യാകാശത്തിന് ചെന്ന് ആ കഴുകന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി നിന്റെ ഇരയെ കണ്ടുപിടിക്കുവാനാണ്. ഈ കഴുകന്റെ കണ്ണിന് തന്നെ പ്രത്യേകതകളുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ കഴുകൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് കുതിച്ചുയരുവാനാണ്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിനെ തന്നെ കഴുകനാക്കി പറഞ്ഞ, ദൈവത്തെ തന്നെ കഴുകനാക്കി പറഞ്ഞ ചില ഭാഗങ്ങളുണ്ട്.
ആവർത്തന പുസ്തകം 32:15 കഴുകനെ പോലെ ഞാൻ നിങ്ങളെ വഹിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വാക്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം പ്രസ്താവിക്കുന്നത് നിങ്ങളെ വഹിക്കുന്നവനുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, മുകളിൽ നിന്ന് പറക്കാനറിയാത്ത എന്നെ തള്ളിയിട്ടിട്ട് ഹല്ലേലൂയ എൻ്റെ അപ്പനും അമ്മയും എവിടെ പോയി എന്ന് ഒരു പക്ഷേ നാം ഖേദിക്കുന്നുണ്ടാവാം. ഈ സങ്കീർത്തനക്കാരനും അതാണ് ഖേദിച്ചത്. പക്ഷേ നിന്നെ ചിറകിൽ വഹിക്കുവാൻ അവർ നിന്റെ അടുത്തോ. ഒരു പക്ഷേ നിനക്ക് പറക്കുവാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ, നിന്റെ ചിറകിന് ശക്തി പോരായെങ്കിൽ നിന്നെ താങ്ങി വഹിക്കുന്നവനുണ്ട്. ആവർത്തന പുസ്തകം 32:11 അതാണ് പറയുന്നത്. ഇസ്രായേൽ ജനതയെ, നിന്നെ രഹബിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രൈമിലെ രാജാവിൽ നിന്ന് നിന്നെ വിടുവിച്ച്, അവൻ്റെ ദൈവത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നത് കഴുകൻ്റെ ചിറകുകളിലായിരുന്നു. തൻ്റെ ജനത്തെ, വിശ്വാസ സമൂഹത്തെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, അവനെ കാത്തിരിക്കുന്നവരെ കഴുകനെ പോലെ കുതിച്ചുയരുവാൻ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പോലെ വഹിക്കുവാൻ അവൻ ശക്തനാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങിക്കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും.